തിരുവനന്തപുരത്ത് അംഗനവാടിയിൽ കുട്ടി വീണ് ഗുരുതര പരിക്കേറ്റ വിവരം മറച്ചുവെച്ചതായി പരാതി. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് 3 വയസ്സുകാരി ഗുരുതരാവസ്ഥയിലാണ്. മാറനല്ലൂർ സ്വദേശി രതീഷിന്റെ മകൾ വൈകിയാണ് ചികിത്സയിലുള്ളത്. സുലേഖ ചേരുന്നു. സുലേഖ, എപ്പോഴായിരുന്നു സംഭവം? കുട്ടിയുടെ അവസ്ഥ എങ്ങനെ തുടരുന്നു? ഷമ്മി, വ്യാഴാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഈ കുട്ടിക്ക് സംഭവിക്കുന്നത്. ഈ കുട്ടി കസരയിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞു വീഴുകയായിരുന്നു എന്നതാണ് അംഗൻവാടി അധികൃതർ മാതാപിതാക്കളെ അറിയിച്ചത്. പക്ഷേ ഈ അറിയിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് അസ്വസ്ഥതകൾ തുടങ്ങി ഇവർ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു അപകടം കുട്ടിക്ക് നടന്നിരുന്നു എന്നത് അംഗൻവാടി അധികൃതർ മാതാപിതാക്കളെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് കുട്ടിക്ക് അപകടം പറ്റിയത് തങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു എന്നതാണ് മാതാപിതാക്കൾ ഈ അംഗൻവാടി അധികൃതർക്കെതിരെ ഉയർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കുട്ടിക്ക് വലിയ രീതിയിൽ വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും കണ്ണും അതിനൊപ്പം തന്നെ കഴുത്തിനും വേദന അനുഭവപ്പെടുന്നു എന്ന് കുട്ടി പറഞ്ഞ് കരയുന്ന സമയത്താണ് മാതാപിതാക്കൾ ഇത്തരത്തിലൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുട്ടിയെ ആശുപത്രിയിൽ സാഹചര്യത്തിലാണ് ഇവിടുത്തെ ഡോക്ടർമാർ അന്വേഷിക്കുന്ന സമയത്താണ് അംഗൻവാടി അധികൃതരെ അങ്ങോട്ട് വിളിച്ച് ഇത്തരത്തിലൊരു കാര്യം തിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ കുട്ടി SAP ആശുപത്രിയിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SAP ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ തുടരുകയാണ്. കുട്ടിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം. നിലവിൽ MRI സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയ ശേഷം വിദഗ്ധ ചികിത്സ ആവശ്യം ഉണ്ടോ എന്നുള്ളത് ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിക്ക് അപകടമുണ്ടായ കാര്യം മറച്ചുവെച്ചു എന്നതാണ് മാതാപിതാക്കൾ അംഗൻവാടി അധികൃതർക്കെതിരെ ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഈ ഇരട്ട കുട്ടികളിൽ ഒരാൾക്കാണ്, വൈഗ എന്ന് പറയുന്ന കുട്ടിക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ഈ ഇരട്ട കുട്ടിയുടെ സഹോദരിയാണ് ഇത്തരത്തിലൊരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് വീട്ടുകാരെ അറിയിക്കുന്നത്. ഇതിനെ തുടർന്നാണ് വീട്ടുകാർ ഈ അംഗൻവാടി അധികൃതരെ വിളിച്ച് കാര്യം അന്വേഷിക്കുന്നത്. 3 വയസ്സുകാരിക്കാണ് ഇത്തരത്തിലൊരു അപകടം പറ്റിയിട്ടുള്ളത്. തലയ്ക്കാണ് ഈ വൈകിട്ട് പരിക്കേറ്റിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.